മഹാദേവ, ശങ്കര, ശംഭുവേ, എഴുന്നേൽക്കൂ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഹൈ ജഗദംബ മദംബ കദംബ വനപ്രിയവാസിനി ഹാസരദേ. ഈ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേട്ട് എന്നെ പിന്തുടരുക. മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഐഷദഖണ്ഡിനി ഖണ്ഡിതരുണ്ഡിനി ദുണ്ണിത ശൗണ്യതി ശുഭുംഗപദേ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. എന്താ ഇവിടെ? നിർമാല്യം തൊഴാനിരുന്നതാ സാർ. ഇവിടെ ഇരിക്കാൻ പാടില്ല. എന്താടാ ഇവിടെയാണോ കിടന്നുറങ്ങുന്നേ? പോ പോ പോ, ഇവിടെയും കണ്ടുപോരുത്. ഹലോ, എഴുന്നേൽക്കണം. ഇവിടെ നിന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. എണീക്ക്. ഇവിടെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. സാർ, എനിക്ക് പോവാൻ വേറെ സ്ഥലമില്ല. അതിന് പോവാൻ സ്ഥലമില്ലാത്തവരെല്ലാരും കൂടെ ഇവിടെ കിടന്നുറങ്ങിയാൽ എങ്ങനെ? എന്താ പ്രശ്നം? സാർ, ഇയാൾ ഇവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല. എങ്കിൽ ഇവരെ പിടിച്ച് വണ്ടിയിലിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് പറ. എണീക്ക്. സാർ, ഞാനൊരു യാത്രയിലാണ്. പോവാൻ വേറെ സ്ഥലമില്ലാത്തോണ്ട് ഇവിടെ കിടന്നത്. വന്നേ. സാർ, എനിക്ക് പോവാൻ വേറെ സ്ഥലമില്ല. നമുക്ക് മനസ്സിലായടാ. എന്താ കാര്യം? എന്താ ഇവിടെ ഒരു ബഹളം? ഈ SI കൊണ്ടൊരു രക്ഷയില്ല വിദ്യാമ്മേ. ഇതേ കണ്ടില്ലേ, ഒരു കാരണവുമില്ലാതെ കിടന്നുറങ്ങുന്ന പാവങ്ങളുടെ മെക്കെട്ട് കയറുന്നത്. ഇവരൊക്കെ രാവിലെ നിർമാല്യം തൊഴാൻ വേണ്ടി ഇവിടെ കിടന്നുറങ്ങുന്ന ദേവീഭക്തരാ. ആ പാവങ്ങളെയാ ഈ കാട്ടാളൻ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നത്. ഏതോ VIP വരുന്നതിന്റെ സുരക്ഷയാണത്രേ. സവാരി പോകുന്ന ഞങ്ങളെപ്പോലും ഈ സ്റ്റാൻഡിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല. എന്തൊരു കഷ്ടം ഇത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആഹാ, വിദ്യാമച്ചി ഇവിടെയും വന്നോ? അതെ, ഞങ്ങളുടെ ഡ്യൂട്ടിയിലാണ്, അത് തടസ്സപ്പെടുത്തരുത്. ഈ സാധുക്കളെ എങ്ങനെ ഉപദ്രവിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? പോലീസിന്റെ പണിയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ പിന്നെ നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഇതല്ല നിങ്ങളുടെ ജോലി. ആഹാ, മാഡം പറഞ്ഞാട്ടെ ഞങ്ങളുടെ ജോലി, ഞങ്ങൾ അതുപോലെ ചെയ്യാം. അത് പിന്നെ വിദ്യാമേ, DGP നിർമാല്യം തൊഴാൻ എത്തുന്നുണ്ട്. അതിന്റെ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യാൻ നിർദ്ദേശമുണ്ടായിരുന്നു. സുരക്ഷ ഒരുക്കുന്നത് പാവങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടല്ലല്ലോ. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇവരെയൊക്കെ ഇങ്ങനെ തല്ലി ഓടിക്കുന്നത്? അമ്മയെ കണ്ട് നിർമാല്യം തൊഴാൻ ആഗ്രഹിച്ച് ഭക്തിയോടെ കാത്തിരിക്കുന്ന സാധുക്കളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കടത്തണയിൽ കിടന്നുറങ്ങുന്ന എല്ലാവരെയും ഭക്തരുടെ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. ഈ കൂട്ടത്തിൽ കള്ളന്മാരും പോക്കരടിക്കാരും വരെ ഉണ്ടാവും. അവരെ കണ്ടെത്തേണ്ടതാണ് നിങ്ങളുടെ ജോലി. അല്ലാതെ കണ്ണിൽ കണ്ടവരെ മുഴുവനും ആ ഗണത്തിൽപ്പെടുത്തി ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം.